ஆண்டாள் திருப்பாவை பாசுரம் 27. கூடாரை வெல்லும் சீர் கோவிந்தா உன்றன்னை பாடிப்பறை கொன்று யாம் பெரு சம்மானம் நாடு புகழும் பரிசினால் நன்றாக சூடகமே தோள்வளையே தோடே செவிப்பூவே பாடகமே என்றனையா பல்கலனும் யாமணிவோம் ஆடை உடுப்போம் அதன் பின்னே பால்சோறு மூடா நீ பெய்து முழங்கை வழிவாரா കൂടിയിരുന്ന് കുളിർന്തേലോറിം പാവായ്. മാർഗഴി മാസം മുഴുവനും പുലർക്കാലത്തിൽ നീരാടി നോമ്പു നോറ്റുവരുന്ന ഗോപികമാർക്ക് വ്രതപൂർത്തിക്ക് ശേഷം ലഭിക്കുന്ന സമ്മാനമെന്തെന്നാൽ ആഭരണങ്ങൾ അണിഞ്ഞ് പുതുവസ്ത്രങ്ങൾ ധരിച്ചു ഒത്തൊരുമിച്ച് നെയ്യു ചേർന്ന പാൽച്ചോറുണ്ട് ആനന്ദിച്ചിരിക്കുന്നതത്രേ. നോമ്പിൻ്റെ ചടങ്ങുകൾ വർണ്ണിക്കുമ്പോൾ നെയ്യും പാലും കഴിക്കാതെ മയ്യെഴുതാതെ മലർ ചൂടാതെ വ്രതം അനുഷ്ഠിക്കും എന്ന് തുടക്കത്തിൽ 2-ാം പാസുരത്തിൽ പറഞ്ഞത് ഓർക്കുക. നോമ്പിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ഒത്തുചേർന്ന് മുൻപ് ഉപേക്ഷിച്ച് വിശിഷ്ട ഭോജ്യങ്ങൾ ഉണ്ട് വ്രതം അവസാനിപ്പിക്കുമെന്ന് ഗോപികമാർ ഗോവിന്ദനോട് പറയുന്നു. ഗോവിന്ദൻ എന്നാൽ ഭൂമിയെ ഉദ്ധരിക്കുന്നവൻ എന്നും പശുക്കളെ രക്ഷിക്കുന്നവൻ എന്നും അർത്ഥം. ഗോപികാപക്ഷത്തിൽ ഗോവിന്ദൻ ഗോകുലത്തിൻ്റെ സംരക്ഷകനും ഗോദാപക്ഷത്തിൽ ഗോവിന്ദൻ ഭൂമിയുടെ ഉദ്ധാരകനും ആകുന്നു. ഗോദ ഭൂമിദേവിയുടെ അവതാരമാണല്ലോ.